ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു ചെടിയുടെ നല്ലൊരു ചെടിയാണ് കേട്ടോ നമ്മുടെ പീസ് ലില്ലി. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ പീസ് ലില്ലിയിൽ പൂവ് ഇടാനായിട്ട് എന്ത് ചെയ്യണം, പീസ് ലില്ലി ഇതുപോലെ മനോഹരമായിട്ടിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കെയറിങ് ആണ്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്താണ് പീസ് ലില്ലിക്ക് കൊടുക്കേണ്ട വളം അല്ലെങ്കിൽ കെയറിങ് എന്നൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പം ഇതിന് വേണ്ടത് അത്യാവശ്യം ഒരു ജനലിൻ്റെ ഭാഗത്തുള്ള സൺലൈറ്റ് നമുക്ക് വേണം. ഇത് ഡാർക്കായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കളൊക്കെ നല്ല രീതിയിൽ വരില്ല കേട്ടോ. അതുപോലെ ഇലയ്ക്ക് പച്ചനിറവും കിട്ടില്ല. ഒരല്പം എന്താ പറയുക, സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് തന്നെ ഈ പീസ് ലില്ലി വെക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ടിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഫ്രണ്ടിലെ ജനലിൻ്റെ ഭാഗത്താണ് ഇത് വെച്ചിരിക്കുന്നത്. ചെടി ഇതേപോലെ ഈ പൂ പതുക്കെ പതുക്കെ വിരിഞ്ഞും അതുപോലെ അടുത്ത പൂക്കൾ വരുന്നൊക്കെ വളരും. ഇതിന് വെള്ളം കുറച്ച് മതി. നല്ല ഡ്രൈനേജുള്ള ചട്ടിയിൽ തന്നെ വെക്കണം. ഇതുപോലെ വേറൊരു ചട്ടിയിൽ നമ്മൾ വെച്ചിട്ട് നല്ല ഹോളുള്ള ചട്ടിയിൽ തന്നെ വെക്കണം. ഇതിനകത്ത് പൊട്ടി മിക്സ് ആയിട്ട് കണ്ടത് ചകിരിച്ചോറാണ് കേട്ടോ കൂടുതലും. അതുപോലെ മണ്ണ് കുറവാണ്. ചകിരിച്ചോറും അല്പം വെർമി കമ്പോസ്റ്റും മാത്രം ചേർത്തിട്ടുള്ളൊരു മിശ്രിതമാണെന്നാണ് പറഞ്ഞത്. ചെറിയ ചകിരിയുടെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളും ഞാനിതിൽ കണ്ടു. അപ്പം ഞാനിത് പോട്ടുൾപ്പെടെ ഈ ചെടി ചെറുതായിരിക്കുമ്പോൾ വാങ്ങിച്ചതാണ്. എനിക്ക് തോന്നുന്നു ഒരു 400-450 രൂപയൊക്കെ വിലയുണ്ട്. അപ്പോൾ നമുക്ക് വലിയ നഷ്ടമില്ല കേട്ടോ. കാരണം ഒരു ആന്തൂര്യത്തിൻ്റെ പൂവ് അല്ലെങ്കിൽ പീസ് ലില്ലിയുടെ പൂവൊക്കെ നമ്മൾ വാങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു 15-20 രൂപയൊക്കെ പൂവിന് കൊടുക്കണം. അതുപോലെ ഇപ്പോൾ എത്ര പൂവാണെന്ന് നോക്കി 20 രൂപയ്ക്ക് കിട്ടില്ല കേട്ടോ പീസ് ലില്ലിയുടെ പൂവൊന്നും. പക്ഷെ ഇത് ഒരു മാസത്തിലധികം 2 മാസമൊക്കെ ഈ പൂവ് നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കോളൂ കേട്ടോ. പിന്നെ ഇല മാത്രമായിട്ട് നിൽക്കുന്ന പൂ മേടിക്കാതെ കുറച്ച് മുട്ടുകളൊക്കെ വന്നു തുടങ്ങി, പൂക്കളൊക്കെ വന്നു തുടങ്ങി പൂ ഇത് മേടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതൊക്കെ ഹൈബ്രിഡ് ഇനത്തിലുള്ളത് നമുക്ക് പുറത്തുനിന്ന് വരുന്ന നല്ല തണുത്ത കാലാവസ്ഥയിൽ നിന്ന് വരുന്നതാണ്. അപ്പം നമ്മുടെ ഇവിടെ വരുമ്പോൾ കുറച്ച് നാളെങ്കിലും പൂ ഉണ്ടായില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഒത്തിരി പേര് നമ്മുടെ ഈ പീസ് ലില്ലിക്കൊക്കെ എന്ത് വളമാണ് അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ എന്ത് വളമാണ് കൊടുക്കണമെന്ന് ചോദിച്ചിട്ടോ. അപ്പോൾ പീസ് ലില്ലിക്കൊക്കെ ഏത് ചെടിക്കും ഞാനിപ്പോൾ കൊടുക്കുന്നത് ഫോളിയാർ, അതായത് സ്പ്രേ ചെയ്യുന്ന തരത്തിലുള്ള 19-19-19 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെടുത്തിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ, ഒരു പിങ്ക് കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാ വളക്കടകളിലും വാങ്ങാൻ പറ്റും. NPK, അതായത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒരുപോലെ അടങ്ങിയിരിക്കുന്നു. ഇതുപോലെയുള്ള ചെടികൾക്കൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും അതുപോലെ ഇതിൻ്റെ ചുവട്ടിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. 5 ഗ്രാം എടുത്ത് ഞാനിത് 1 ലിറ്റർ വെള്ളത്തിൽ, ഇതിലകത്ത് 1.5 ലിറ്റർ വെള്ളം ഉണ്ടാവും കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ട്, കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. അതെടുത്തിട്ടാണ് ഞാൻ ഇവയ്ക്ക് അടിച്ചു കൊടുക്കുന്നത്. അടിച്ചു കൊടുക്കുമ്പോൾ തണ്ടിലും ഇലകളിലും ഒക്കെ വീഴാവുന്ന രീതിയിൽ അടിച്ചു കൊടുക്കണം. അതുപോലെ വെള്ളം നമ്മൾ കുത്തി ഒഴിച്ച് ഇത് ചെടി നാശാക്കി കളയാൻ പാടില്ല. എപ്പോഴും സ്പ്രേയറിൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് ഈ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ നല്ലത് കേട്ടോ. അപ്പം കുറച്ച് വെള്ളം മതി. അതിനകത്ത് ഒരല്പം 19-19-19 ഉണ്ടെങ്കിൽ ഒരല്പം മതി. നമ്മളിപ്പോൾ 5 ഗ്രാം എടുക്കണമെന്നില്ല. അതും കൂടി ഉണ്ടെങ്കിൽ ഈ ചെടികൾക്ക് വളർച്ചയായി, അതുപോലെ തന്നെ പൂവ് അടുത്ത പൂക്കൾ വരാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി ആയിട്ടോ. അപ്പോൾ ഈ പീസ് ലില്ലിക്ക് നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. പലർക്കും പൂവ് ഉണ്ടാവുന്നില്ല എന്നുള്ളൊക്കെ ഒരു പരാതിയുണ്ട്. അപ്പോൾ ഇതേപോലെ തണൽ ഭാഗത്ത് ഇതുപോലെ വെയിൽ കുറച്ച് നമ്മുടെ ജനലിൻ്റെ ഭാഗത്തൊക്കെ വെച്ച് കുറച്ച് വെളിച്ചം കിട്ടുന്ന രീതിയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കുക. നമ്മൾ സ്പ്രെയർ ഉപയോഗിച്ച് തന്നെ നനയ്ക്കാനും അതുപോലെ ഇതേപോലെയുള്ള NPK നൽകാനൊക്കെ നോക്കിയാൽ മതി. ചെടി നല്ല ഉഷാറായിക്കോളും. പിന്നെ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാലേ, ഇവയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫംഗിസൈഡ് കൊടുക്കണം. അത് കുറച്ച് പുറത്ത് ഒരു ദിവസം ഒന്ന് പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതേപോലെയുള്ള സാഫ് ഇതുപോലെ ഒരല്പം 2 ഗ്രാമൊക്കെ ഒരു 1 ലിറ്റർ വെള്ളത്തിലെടുത്താൽ മതി. 3 ഗ്രാം ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെടികൾക്ക് വലിയ പ്രശ്നമില്ല. വലിയ ചെടികളാണെങ്കിൽ അത് 1 ലിറ്റർ വെള്ളത്തിലെടുത്തിട്ട് ഒന്ന് ഇലകളിലും തണ്ടിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ചീച്ചിൽ രോഗം ഉണ്ടെങ്കിൽ, ഇപ്പം നന കൂടി പോയിട്ട് ചെടികൾ ചീഞ്ഞു പോവുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ചെടികൾക്കൊന്നും മാത്രമല്ല എല്ലാ ഇൻഡോർ പ്ലാന്റ്സിനും കൊടുക്കുന്നതും നല്ലതാണ്. ഇതിൻ്റെ വേറൊരു വെറൈറ്റി, നാടൻ വെറൈറ്റി നമ്മുടെ പുറത്ത് വെക്കേണ്ടതുണ്ട്. അതും വലിയ വെയിലാണെങ്കിൽ അത് ചീത്തയായി പോവും. ഞാൻ കുറച്ച് തണലുള്ള ഭാഗത്ത് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അതും നല്ല രസമാണ്. അതിൻ്റെ പൂക്കൾക്ക് കുറച്ച് കൂടുതൽ വലിപ്പമുണ്ട്. അതും നമുക്ക് 2 മാസമൊക്കെ പൂ നിൽക്കുന്നതാണ്. നമ്മുടെ വീട്ടിൽ ഇനിയും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതുപോലെ പീസ് ലില്ലികളൊക്കെ നല്ലതാണ് കേട്ടോ.